മനോഹരമായ വളവട്ടം പുഴയാണിത്. വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഈ പുഴയുടെ കരയിലാണ് നമ്മൾ ഇന്ന് കാണുന്ന വളവട്ടണം എന്ന ചെറു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ദൂരെ ഒരു ട്രെയിൻ പോകുന്ന പാലമുണ്ട്. അതിലൂടെയായിരുന്നു പണ്ട് ആളുകൾ സഞ്ചരിച്ചിരുന്നത്. ഈ സാംസ്കാരിക നഗരത്തെപ്പറ്റി കവിയും എഴുത്തുകാരനുമായ ഇ.ആ. വളവട്ടണം സംസാരിക്കും. കേരളത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ ചരിത്രം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമുദ്ര സഞ്ചാരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ വളവട്ടണത്തിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. ഇനി അതല്ല അറബി കച്ചവടം, അല്ലെങ്കിൽ പേർഷ്യൻ കച്ചവടം, അല്ലെങ്കിൽ ഗ്രീക്ക്, അതേപോലെ ബ്രിട്ടീഷുകാർ, പോർട്ടുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇങ്ങനെ എല്ലാ ചരിത്രങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ഇടമാണ് വളവട്ടണം. അതുകൊണ്ട് തന്നെ വളവട്ടണത്തിന് സാമൂഹിക സാംസ്കാരിക പ്രസക്തിയോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ പ്രസക്തി കൂടി ഉണ്ട്. കാരണം വളവട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് നോക്കാം. അതിൻ്റെ ഒന്നാമത് ഈ സമുദ്രങ്ങളിൽ അല്ലെങ്കിൽ സമുദ്ര സഞ്ചാരമായിരുന്നു, അല്ലെങ്കിൽ അത് ഈ പുഴയിലൂടെ, കടലിലൂടെ, അല്ലെങ്കിൽ ജലഗതാഗതമാണ് നമ്മുടെ ആദ്യകാലങ്ങളിൽ നടന്നിരുന്നത്. കാരണം റോഡ് ഗതാഗതം വികസിക്കാത്ത കാലത്ത് ഈ സമുദ്ര സഞ്ചാരം അല്ലെങ്കിൽ ജലസഞ്ചാരമാണ് നടന്നത്. ആ ജലസഞ്ചാരത്തിൻ്റെ ഇടങ്ങളിലൂടെ കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കച്ചവടക്കാർ എന്ന് പറയുന്നത് തന്നെ, കാരണം ആദ്യം അറബികളായിരുന്നു കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ മലബാറിലെ കച്ചവടത്തിൻ്റെ ഇടനിലക്കാരെന്ന് പറയാം. കാരണം ഇടനിലക്കാരല്ല, ഇവിടുന്ന് സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട എന്നിത്യാദികൾ ഇവിടെ നിന്നും വാങ്ങി യൂറോപ്പിലേക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തുന്ന ഒരു അറബികളുമായിട്ടുള്ള ബന്ധങ്ങൾ. അറബികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരൊരിക്കലും നമ്മുടെ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക അതേപോലെ ഭരണ ഇടങ്ങളിൽ അവർ ഇടപെട്ടിട്ടിരുന്നില്ല. അവർ കച്ചവടം മാത്രം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ അതേപോലെ അതുകൊണ്ട് തന്നെ അറബികളുടെ ഒരു ഇടം ആയിരുന്നു വളപട്ടണം. അവർ കച്ചവടത്തിന് വന്നുകയും അത് അങ്ങനെ വന്നപ്പോൾ അവരുടെ സംസ്കാരങ്ങൾ നമ്മൾ കൊണ്ടുപോയും അങ്ങനെ മുസ്ലിങ്ങളുടെ ഒരു ഇടം കൂടിയാവുകയാണ് വളപട്ടണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വളപട്ടണത്ത് 30ഓളം പള്ളികളുണ്ട്. പുരാതന പള്ളികൾ 30ഓളം ഉണ്ട്. ഈ 30ഓളം പള്ളികളിൽ പ്രധാനപ്പെട്ട പള്ളികൾ എന്ന് പറയുന്നത് കക്കനങ്ങൽ പള്ളിയാണ്. അതേപോലെ പിന്നെ ഒന്ന് കുന്നത്ത് പള്ളി, അതേപോലെ പൊക്കിലകത്ത് പള്ളി, പിന്നെ സ്രാമ്പികളുണ്ടായിരുന്നു. ഇപ്പോഴും നിലനിൽക്കുന്ന പൈതൃകത്തിൻ്റെ അടയാളങ്ങളെ സൂക്ഷിപ്പുള്ള നിലനിൽക്കുന്ന പള്ളികൾ എന്ന് പറയുന്നത് തന്നെ അതേപോലെ കക്കനങ്ങള പള്ളിയും ചുഫായത്ത് പള്ളിയും പിന്നെ മുന്തിരിപ്പള്ളിയും പൊക്കിലകത്ത് പള്ളിയും ഒക്കെ ആയിരുന്നു. ബാക്കിയൊക്കെ പൊളിച്ച് പുതിയ മാതൃകകൾ സ്വീകരിച്ചു. അപ്പോഴും ആ തനത് മാതൃകകൾ അതേപോലെ നിലനിർത്തുന്ന പള്ളികളായിരുന്നു അത് തനത് മാതൃകകൾ എടുക്കുന്ന പള്ളികളുടെ ഗുണം എന്ന് പറയുന്നത്, അതിന് കാറ്റ് സഞ്ചാരം, വായു സഞ്ചാരം ഉണ്ടാവും. അതേപോലെ അത് തണുപ്പ് പ്രദാനം ചെയ്യുന്ന ഇടം കൂടിയാണ് പള്ളികൾ എന്ന് പറയുന്നത്. അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു ഇടം കൂടിയായിരുന്നു വളപട്ടണം എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടാകുന്നത് വളപട്ടണം, കണ്ണൂർ സിറ്റി, തലശ്ശേരി, കോഴിക്കോട്, മട്ടാഞ്ചേരി എന്നിടങ്ങളിലാണ് ഹിന്ദുസ്ഥാനി സംഗീതം വളർന്ന് പന്തലിച്ചത്. പല ഇടങ്ങളിൽ നിന്നും വളപട്ടണത്തേക്ക് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന്മാർ വരികയും രാത്രികാലങ്ങൾ പകലുകളാക്കി മാറ്റി ഒരു വളപട്ടണം അങ്ങാടി സംഗീതത്തിൻ്റെ ഒരു ഇടമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു കാലം വളപട്ടണത്തിനുണ്ടായിരുന്നു. 1980 മുന്നേ ആയിരുന്നു ആ കാലം. കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ വളപട്ടണത്തെ പറ്റി അറിഞ്ഞു കാണുമല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് ഉദാഹരണമായി ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട്. കടലിവാതുക്കൽ ശ്രീ ദേവി ക്ഷേത്രം. തൊട്ടപ്പുറത്ത്
കക്കുളങ്ങര പള്ളിയും അതിന് നേരെ അഭിമുഖമായി ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ചൊവ്വയും വെള്ളിയുമാണ് ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ. മാടായിക്കാവ്, ചെറുകുന്ന് അമ്പലം, രാജരാജേശ്വര ക്ഷേത്രം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് മാടായിക്കാവിലുള്ള പ്രതിഷ്ഠകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ദേവിക്ക് കൂടാതെ പരമശിവനും പിന്നെ മക്കളായ ഗണപതിയും മുരുകനും സപ്തമാതാക്കളും ഇതിൻ്റെ ഉള്ളിലെ പ്രധാന പ്രതിഷ്ഠയാണ്. പിന്നെ ഇവിടെ ശത്രുദോഷം തീർക്കാൻ മറികൊത്തുന്ന ഏർപ്പാടും ഉണ്ട്. തൊട്ടപ്പുറത്ത് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടെങ്കിലും വളവട്ടണത്തിൻ്റെ അമ്പലം എന്ന് പറയുന്നത് ഈ കളരിവാതിക്കൽ ക്ഷേത്രമാണ്. വീണ്ടും നമുക്ക് വളവട്ടണത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. കേരളത്തിൽ അങ്ങാടി നിലവാരം പറയുമ്പോൾ കണ്ണൂർ നിലവാരമല്ലായിരുന്നു 1980 വരെ പറഞ്ഞിരുന്നത്. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ വളവട്ട അങ്ങാടി നിലവാരമായിരുന്നു പറഞ്ഞത്. മലഞ്ചരക്കിൻ്റെ മൊത്ത കച്ചവടക്കാർ വളവണ്ണത്തായിരുന്നു. വളവണ്ണത്താണ് മൊത്ത കച്ചവടക്കാരുടെ ഇടം. അന്ന് കണ്ണൂർ അങ്ങാടി വികസിച്ചിട്ടില്ലായിരുന്നു, ഉണ്ടായിരുന്നില്ല. അതേപോലെ തളിപ്പറമ്പ്, ആലക്കോട് ഇതൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം എല്ലാം വളപട്ടണമായിരുന്നു. വളപട്ടണം കഴിഞ്ഞാൽ കോഴിക്കോട് ആയിരുന്നു അങ്ങാടി. അതുകൊണ്ട് തന്നെ അങ്ങാടി നിലവാരം പറയുന്ന ഒരു നാട് കൂടിയായിരുന്നു വളപട്ടണം. ഇനി നമുക്ക് വളപട്ടണത്തെ ഒരു പ്രധാന സ്ഥലമാണ് ഈ മന്ന ഖബറിസ്ഥാൻ. ഇനി കക്കുളങ്ങര പള്ളിയെപ്പറ്റി അലി സെയ്ദ് എന്താ പറയുന്നത് എന്ന് കേൾക്കാം. കേരളത്തിലെ അതിപുരാതന പള്ളികളിൽ ഒന്നാണ് 1300 വർഷം പഴക്കമുള്ള ഈ കക്കുളങ്ങര പള്ളി. പ്രവാചകന്റെ ആദ്യ ഖലീഫ അബൂബക്കറിൻ്റെ 3ാമത്തെ പൗത്രൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് കോലത്തിരി തമ്പുരാൻ്റെ സഹായത്തോടുകൂടി ഈ പള്ളി പണിതത്. അതോടുകൂടിയാണ് നമ്മുടെ അറക്കൽ ചിറക്കൽ വളവട്ടണം എന്ന അഭേദ്യമായ ഒരു സൗഹാർദ്ദ ബന്ധം ഉണ്ടാവുന്നത്. ചിറക്കലിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതം മാറിയ രവിവർമ്മ തമ്പുരാനാണ് ഈ പള്ളിയെ ഭാരതീയ തച്ചു ശാസ്ത്രപ്രകാരം വളരെ മനോഹരമായ പള്ളിയാക്കി മാറ്റിയത്. കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് വേണ്ടി വന്ന വിശ്വകർമ്മജരെ കൊണ്ട് കോലത്തിരി തന്നെയാണ് ഈ പള്ളി പണിയിക്കുന്നത്. മുഗൾ, അസർബൈജാൻ, സാരസ്യൻ ആൻഡ് തച്ച് ഭാരതീയ വാസ്തുകലയുടെ സംഗമ സ്ഥാനമാണ് ഈ പള്ളി. ഇവിടെ മതപ്രബോധനാർത്ഥം വന്ന, അറേബ്യയിൽ നിന്ന് വന്ന, പുരാതന റഷ്യയിൽ നിന്ന് വന്ന സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി പ്രവാചക പരമ്പരയിലെ ആദ്യത്തെ ആളാണ്. ശേഷം പാണക്കാട് തങ്ങന്മാരുടെ ആദിപിതാവ് സെയ്ദ് അലി ശിഹാബുദ്ദീൻ, അഹ്ദൽ തങ്ങന്മാരുടെ ആദ്യ പിതാവ് യഹിൽ അഹ്ദൽ, ബാലവി തങ്ങന്മാരുടെ ആദ്യ പിതാവ് യഹിൽ മുഹമ്മദ് ബാലവി, അങ്ങനെ ഒരുപാട് പേരുടെ പ്രബോധന കേന്ദ്രമാണ് ഈ വളപട്ടണം. ഇബ്നു ബത്തൂത്ത ഈ പള്ളിയിലേക്ക് വന്ന് ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാര കഥയിൽ, റഹില ഇബ്നു ബത്തൂത്തയിൽ ഈ പള്ളിയുടെ വാസ്തുശില്പ ഭംഗിയെക്കുറിച്ചും ഇതിൻ്റെ കുളത്തെ പറ്റിയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ, സൗഭാത്രത്തിൻ്റെ, കളരിവാതിക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മഹിതമായ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ, സംസ്കൃതിയുടെ, പൈതൃകത്തിൻ്റെ ഒരു വിളനിലം കൂടിയാണ് ഈ പള്ളി. ഒരുപാട് മിത്തുകളിലൂടെ, ഐതിഹ്യങ്ങളിലൂടെ, ചരിത്രത്തിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന പോക്കറൈശുമേ, അതിൻ്റെ ജിന്ന് കഥകൾ പോലുള്ള ഉമ്മാമ കിസ്സകളുടെ വിളനിലം കൂടിയാണ് ഈ പള്ളി. വീണ്ടും യിലേക്ക് പോകാം. എഴുത്തുകാരുടെ ഭൂമികയായിരുന്നു വളപട്ടണം. കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ MR KC വളവട്ടണക്കാരനായിരുന്നു. ഷാവുൽ വളവട്ടണം, M ഷിഹാബുദ്ദീൻ പോറ്റുംകടവ്,
കെ ടി ബാബുരാജ്, പ്രേം സൂറത്ത്, എ മഹമ്മൂദ്, ആഷിം ബലീഗത്ത്, ഹംസ മഠത്തിൽ, മൊയ്തു മായിച്ചാങ്കുള്ളി, സാബർ വളപട്ടണം, എം പി ജാഫർ, വളപട്ടണം അബ്ദുള്ള, ഇങ്ങനെ പല എഴുത്തുകാരുടെ ഒരു ഇടം കൂടിയായിരുന്നു. ഇവരൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ പ്രിന്റഡ് മാസികയിൽ എഴുതി വരികയും കേരളത്തിലെ സാഹിത്യത്തിൽ അടയാളം വെച്ച ഒരു മനുഷ്യന്മാരാകുകയായിരുന്നു. അവരുടെ ഇടം കൂടിയായിരുന്നു. അങ്ങനെ ഒരു സാഹിത്യത്തിന്റെ ഒരു മണ്ണ് ആയിരുന്നു വളപട്ടണം. ഈ വളപട്ടണം നമുക്ക് വളരെ പരിചയമുള്ള പുഴയാണ്. കാരണം പറശ്ശിനിയിൽ പോകുമ്പോൾ നമ്മൾ ഈ പാലത്തിലൂടെയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം.